ഡെഡ്പൂൾ ആൻഡ് വോൾവറിൽ ഡെഡ്പൂള് ഹെൻറി കാവിലിന്റെ വോൾവറിൻ വേർഷനായ കാവൽറീനെ കണ്ടുമുട്ടുന്നുണ്ട്. ഈ സീനില് ഹെൻറി കാവിലിന്റെ 3 സിനിമകളുടെ റെഫറൻസുകൾ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഒന്നാമതായിട്ട് ദ വിച്ചർ എന്ന സീരീസിലെ ഹെൻറി കാവിലിന്റെ ജെറാൾഡ് എന്ന ക്യാരക്ടറിന്റെ അതേ വോയിസ് ടോൺ ആണ് ഇവിടെ കാവൽറീനിലും നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത്. രണ്ടാമതായിട്ട് കാവൽറീൻ തന്റെ ക്ലോസ് പുറത്തെടുക്കുന്നത് മിഷൻ ഇമ്പോസിബിൾ ഫോൾ ഔട്ട് എന്ന മൂവിയിലെ ഹെൻറി കാവിലിന്റെ ഓഗസ്റ്റ് വോക്കർ എന്ന ക്യാരക്ടറിന്റെ ആം റീലോഡ് ചെയ്യുന്ന സ്റ്റൈലാണ്. മൂന്നാമതായിട്ട് ജസ്റ്റിസ് ലീഗ് എന്ന മൂവിയിലെ ഹെൻറി കാവിലിന്റെ കാലൽ അഥവാ സൂപ്പർമാൻ പഞ്ചാണ് കാവൽറീൻ ഡെഡ്പൂളിന് കൊടുക്കുന്ന പഞ്ച്. ഇതൊക്കെ ചെറിയ ഡീറ്റെയിൽ ആണെങ്കിൽ പോലും ആ ചെറിയ ഡീറ്റെയിൽസ് എടുത്തു കാണിക്കുവാൻ മാർവൽ സ്റ്റുഡിയോസിന് സാധിക്കുന്നുണ്ട്. ഡെഡ്പൂൾ ആൻഡ് വൂൾവറില് വേസ്റ്റ് വൂൾവറിൻ എന്ന് വിളിക്കപ്പെടുന്ന വൂൾവറിൻ ആക്ച്വലി എത്രമാത്രം ശക്തനും ബെസ്റ്റ് വൂൾവറിനുമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഈ വൂൾവറിന് ഏകദേശം 200 വയസ്സോളം പ്രായമുണ്ട്. മാത്രമല്ല അദ്ദേഹം നിരന്തരമായിട്ട് മദ്യപിക്കുകയും ഒട്ടും ലെവലില്ലാത്ത ആ ഒരു അവസ്ഥയിൽ ആരോടെങ്കിലും പോരാടാൻ സാധിക്കുമോ എന്ന് പോലും സംശയിച്ചു പോകുന്ന ഒരു വൂൾവറിൻ. അങ്ങനെയുള്ള ഈ വൂൾവറിൻ സെക്കൻഡുകൾ കൊണ്ടാണ് സേബർ ടൂത്തിന്റെ തല വെട്ടിമാറ്റിയത്. വളരെ റൂഡായ ഡെഡ്പൂളിന്റെ പോലും വായടപ്പിക്കുന്ന വൂൾവറിൻ തന്റെ ടീമായ എക്സ്മെനെ രക്ഷപ്പെടുത്താൻ സാധിക്കാത്തതിന്റെ കുറ്റബോധവും സങ്കടവും ദേഷ്യവും ഒക്കെയുള്ള ഒരു ബ്രോക്കൺ മാൻ. ആ കുറ്റബോധവും സങ്കടവും ദേഷ്യവും ഒക്കെയാണ് ഈ വൂൾവറിനെ നമ്മുടെ ഒറിജിനൽ ലോഗനേക്കാൾ അപകടകാരിയാക്കുന്നത്. വേസ്റ്റ് വൂൾവറിൻ എന്ന് ഒരുപക്ഷെ ഈ വൂൾവറിനെ സംബോധന ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ അദ്ദേഹത്തിന്റെ യെല്ലോ സ്യൂട്ടും സാവേജ് സ്റ്റൈലുമെല്ലാം നമ്മളൊക്കെ ഏറെക്കാലം കണ്ടു കാണാൻ ആഗ്രഹിച്ച ഒരു കോമിക് ആക്യുറേറ്റ് വൂൾവറിൻ. അതാണ് ഈ വൂൾവറിൻ. ഡെഡ്പൂൾ ആൻഡ് വോൾവറില് ഡെഡ്പൂള് TVA ഏജന്റ്സുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഡെഡ്പൂള് തന്റെ സോഡ് ഉപയോഗിച്ച് ഒറിജിനൽ 6 അവഞ്ചേഴ്സിലെ ഒരു പ്രധാനപ്പെട്ട മെമ്പറിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതാരാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. അതെ, ക്ലിന്റ് ബാർട്ടൺ അഥവാ ഹോക്കയുടെ മറ്റൊരു സീക്രട്ട് ഐഡന്റിറ്റി ആയ റോണിനെയാണ് ഡെഡ്പൂള് തന്റെ സോഡ് ഉപയോഗിച്ച് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. ഡെഡ്പൂൾ ആൻഡ് വോൾവറില് ഒരു TVA ഏജന്റിനോട് ഡെഡ്പൂള് ഇങ്ങനെ പറയുന്നുണ്ട്. ഇവിടെ ഡെഡ്പൂള് പറഞ്ഞ ഡയലോഗ് അതേ ടോണിൽ നമ്മൾ മറ്റൊരിടത്ത് കേട്ടിട്ടുണ്ട്. അതെ, 2022 ഓസ്കാർ വേദിയിൽ ക്രിസ് റോക്കിനോട് വിൽ സ്മിത്ത് പറഞ്ഞ അതേ ഡയലോഗ്. ഇതൊക്കെ ചെറിയ ഡീറ്റെയിൽ ആണെങ്കിൽ പോലും ആ ചെറിയ ഡീറ്റെയിൽ എടുത്തു കാണിക്കാൻ മാർവൽ സ്റ്റുഡിയോസിന് സാധിക്കുന്നുണ്ട്. ഡെഡ്പൂൾ ആൻഡ് വോൾവറില് ഡെഡ്പൂളും വോൾവറിനും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഡെഡ്പൂളിനും വോൾവറിനും ഹീലിംഗ് ഫാക്ടേഴ്സ് ഉണ്ടെന്ന കാര്യം നമുക്കറിയാം. ചിലർ വിചാരിക്കുന്നത് ഡെഡ്പൂളിന്റെയും വോൾവറിന്റെയും ഹീലിംഗ് ഫാക്ടർ പ്രവർത്തിക്കുന്നത് ഒരുപോലെയാണെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അതങ്ങനെയല്ല. ഏത് തരം ഫിസിക്കൽ ഇഞ്ചുറീസിൽ നിന്നും വോൾവറിന് മിനിറ്റുകൾ കൊണ്ട് തന്റെ ഹീലിംഗ് ഫാക്ടറിന്റെ സഹായത്തോടെ റിക്കവർ ചെയ്യാൻ സാധിക്കും. പക്ഷെ വോൾവറിന്റെ ഹീലിംഗ് ഫാക്ടർ ഡെഡ്പൂളിന്റെ ഹീലിംഗ് ഫാക്ടറിന്റെ അത്ര വരില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഡെഡ്പൂളിന് തനിക്ക് നഷ്ടപ്പെട്ടു പോയ കൈ ആയാലും കാലായാലും തലയായാലും എന്തിനേറെ പറയണം തന്റെ ബോഡിയിലെ ഏതൊരു ഭാഗമായാലും തന്റെ ഹീലിംഗ് ഫാക്ടറിന്റെ സഹായത്തോടെ അവയെ റീഗ്രോ ചെയ്യിക്കാനും മാത്രമല്ല ഒരു തുള്ളി രക്തത്തിൽ നിന്ന് പോലും തന്റെ എൻറ്റയർ ബോഡിയെ റീഗ്രോ ചെയ്യിക്കാനും ഡെഡ്പൂളിന് സാധിക്കും. വൂൾവറിന് ഇഞ്ചുറി വല്ലതും സംഭവിച്ചാൽ അദ്ദേഹത്തിന്റെ ബോഡി ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഡെഡ് സെൽസിനെ റീപ്ലേസ് ചെയ്ത് ഫ്രഷ് ആയിട്ടുള്ള സെൽസിനെ ജനറേറ്റ് ചെയ്യിക്കും. ആ കാരണം കൊണ്ട് തന്നെ വോൾവറിന്റെ ഫിസിക്കൽ കണ്ടീഷൻ പീക്ക് ലെവലായിരിക്കും. എന്നാൽ ഡെഡ്പൂളിന് ഇഞ്ചുറി വല്ലതും സംഭവിച്ചാൽ അദ്ദേഹത്തിന്റെ ബോഡി ഡെഡ് സെൽസിനെ റീപ്ലേസ് ചെയ്ത് വീണ്ടും ഡെഡ് സെൽസിനെ ജനറേറ്റ് ചെയ്തോണ്ടേയിരിക്കും. ആ കാരണം കൊണ്ട് തന്നെ ഡെഡ്പൂള് നിരന്തരം മരിക്കുന്ന അവസ്ഥയിലായിരിക്കും. അതായത് ഡെഡ്പൂളിനെ കൊല്ലാൻ യാതൊന്നിനും സാധിക്കില്ല എന്ന് തന്നെ പറയാം.